ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. കിഡിലൻ ടേസ്റ്റിൽ അതും വളരെ എളുപ്പത്തിലാണ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക കേട്ടോ. അതിന് മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം വേണ്ടത് ഒരു 5-6 വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ഒരു പീസ് ഇഞ്ചി ചതച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണ്ട, നമുക്ക് ചതച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റാണ്. ഇനി നമുക്കതൊന്ന് മൂത്ത് വരുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ അത്. ചിക്കൻ കറിയാണ്, നല്ല ടേസ്റ്റുമാണ്. അധികം ടൈമൊന്നും എടുക്കില്ല കേട്ടോ. അത് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു 3 സവാളയും അതുപോലെ തന്നെ 3 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 കിലോൻ്റെ ചിക്കനാണ് കേട്ടോ കറി ഇപ്പോൾ നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത്. അതിട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇതൊരുപാട് അങ്ങോട്ട് വാടി ഉടയൊന്നും വേണ്ട. ഉള്ളി ഒന്നൊരു സോഫ്റ്റായി വരുന്ന ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഉള്ളി ഇവിടുത്തെ സോഫ്റ്റായി വന്നിട്ട് അതുപോലെ ആയി കിട്ടിയാൽ മതി. ഇനി ഉള്ളി ഒന്നും ഉടയാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നതെന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിമൊക്കെ ഒന്ന് മീഡിയത്തിൽ ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരുന്ന ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂണോളം തൈരാണ് കേട്ടോ വേണ്ടത്. നമ്മളിത് തക്കാളി ഒന്നും ചേർക്കുന്നില്ല. 1.5 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. തൈര് ചേർത്തതിന് ശേഷം നമ്മൾ പിന്നെ ഒരുപാടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ചെറുതാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ അതാ ഈ ഒരു സൈസിലാണ് എല്ലാ ചിക്കനും പീസും കട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് വേണ്ടെങ്കിൽ നമ്മൾ അത് പെട്ടെന്ന് അങ്ങോട്ട് ഉടഞ്ഞു പോവും. അപ്പോൾ വലിയൊരു സൈസാക്കിയിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാലയും ചിക്കനെ കൂടി ഒന്ന് സെറ്റാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഉള്ളി വേവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപ്പിട്ട് കൊടുത്തത്. ഇപ്പോൾ അതിൽ ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ അതിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് എത്ര ഉണ്ടോ കുറവുണ്ടോ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ആകെ ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് നമുക്കിത് ചേർത്ത് കൊടുക്കേണ്ടത്. അധികം വെള്ളം വേണ്ട, കാരണം ആ ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രം ഇത് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു വിസിലാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഇവിടുത്തെ ചിക്കനൊക്കെ ഒരു വിസിൽ, കറക്റ്റ് ഒരു വിസിലിന് തന്നെ നല്ലതായിട്ട് വെന്ത് കിട്ടും. ചില ചിക്കനൊക്കെ ഒരു വിസിലാക്കിയാലും അങ്ങനെ ചെറുതായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടാവും കേട്ടോ. കാരണം ഇവിടെ ചിക്കനൊക്കെ പല ബ്രാൻഡും പല പേരിലൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ടൈമിൽ ഓരോ ചിക്കൻ അങ്ങനെ ബ്രാൻഡ് മാറ്റി വാങ്ങുമ്പോൾ അതിന് വേവൊക്കെ മാറ്റമുണ്ടാവും. അതിന് പക്ഷേ ഒരു വിസിലാക്കി എടുത്താൽ മതി. നിങ്ങൾ ചിക്കൻ 2 വിസിൽ വേണമെന്നുണ്ടെങ്കിൽ 2 വിസിലാക്കി എടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കറക്റ്റ് ഒരു വിസിലാക്കിയത് ഇതൊരു കറക്റ്റ് വേവായിട്ടുണ്ട് കേട്ടോ. ഒരു വിസിലിന് ചില ചിക്കനൊക്കെ നമ്മൾ ഒരു വിസിലിന് മുന്നേ നമ്മൾ ഓഫ് ചെയ്തിടണം. വിസിൽ വരുന്ന ആ വിസിലടിക്കുന്നതിന് മുന്നേ ഓഫ് ചെയ്താൽ കറക്റ്റ് വേവിൽ കിട്ടും. ഇതൊരു കറക്റ്റ് വേവിൽ തന്നെ. നമുക്ക് കറി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കുക. അല്ലെങ്കിൽ കുറുകിയ ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ആ കറി ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ആ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്ത വെള്ളം ഉണ്ടാവുമല്ലോ. പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എരി വേണ്ടവരാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കറിവേപ്പില മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഒന്ന് ഈ ഒരു കുറുകിയ ടൈപ്പിലിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് ഈ ചിക്കൻ കറി. ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ, അതുപോലെ തന്നെ ഏത് റൈസിൻ്റെ കൂടെ, സാധാ റൈസും അതുപോലെ നെയ്ച്ചോറോ ഏത് റൈസിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ നമുക്കത് കഴിക്കാൻ പറ്റും. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാനും എളുപ്പമല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.